ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയെ കുറിച്ച് മുന്നേ ഒമാനിലുള്ള സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രാഫ്റ്റിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മഷ്റൂം ചിക്കൻ സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റി കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് കുഞ്ഞ് പീസാക്കിയിട്ടല്ല, മുഴുവനായിട്ടുമല്ല, ജസ്റ്റ് ഈ ഒരു സ്ലൈസ് ചെയ്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി, ഒരിത്തിരി ഇട്ടാ, വളരെ കുറച്ചൊരു നുള്ളെന്നൊക്കെ പറയുന്ന പോലെ ഒരു ജസ്റ്റ് ഒരു സ്പൈസിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. ഇത് ഈ മഷ്റൂം പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉണക്കമുള്ളി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഉപ്പ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം നല്ലപോലെ സോട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി ഞാനൊന്ന് നല്ലപോലെ കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ. ബ്രൊക്കോളി തന്നെ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അതും വെന്ത് വരും. അതും ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് സോട്ടാക്കി എടുക്കാം, നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. ബ്രൊക്കോളി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, സവാള ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ആയിട്ട് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ അതേ പാനിലേക്ക് തന്നെ ചിക്കൻ ക്യൂബ് ബോൺലെസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ സോയാ സോസും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ടീസ്പൂൺ കണക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരിത്തിരി ഉപ്പ് ആവശ്യത്തിന്, സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ ചിക്കൻ നമുക്കൊന്ന് നല്ലപോലെ കുക്കാക്കി എടുക്കണം, നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് ചിക്കൻ ഞാൻ ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രഷ് ക്രീം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ആ ഫ്രഷ് ക്രീമിൽ നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് സോക്കാക്കി എടുക്കുക. നമ്മുടെ കുക്കിംഗ് ക്രീം, ഫ്രഷ് ക്രീം അതാട്ടോ. അത് വിപ്പിംഗ് ക്രീം അല്ല, ഫ്രഷ് ക്രീം, നമ്മുടെ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ആ ക്രീമെല്ലാം നല്ലപോലെ സോട്ടാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതും ഇതിന് സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ച് ബ്രെഡിൽ ആദ്യം നിങ്ങൾക്ക് സോസ്, മയോണീസൊക്കെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചിക്കനും ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം ഫില്ലിങ്സ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ മിക്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ഞാൻ ഇതിൻ്റെ മേലെയാണ് മയോണീസും നമ്മുടെ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മസ്റ്റേർഡ് സോസ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മയോണീസ് ചേർത്ത് കൊടുക്കാം, കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിങ്സിൽ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നില്ലേ, പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ചെമ്മീനാട്ടോ. ഇത് സെയിം തന്നെയാണ്, ഞാൻ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കി, ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ്റെ സാൻഡ്വിച്ചുണ്ട്, നമ്മുടെ ചിക്കൻ്റെ സാൻഡ്വിച്ചുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.